നമസ്തേ. നാം കാണുന്ന ഈ പ്രപഞ്ചം യഥാർത്ഥത്തിലുള്ളതാണോ? ഇതിന് സ്വന്തമായ ഒരു അസ്തിത്വമുണ്ടോ? അതോ മറ്റേതെങ്കിലും ശക്തിയുടെ അസ്തിത്വത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രകടനം മാത്രമാണോ? അതായത് ഇതൊരു മായിക പ്രകടനമാണോ? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇതൊരു മായിക പ്രകടനം തന്നെയാണ്. ഏറ്റവും യുക്തിസഹമായിട്ട് ചിന്തിച്ചാൽ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ നടത്താം. യുക്തിസഹമായിട്ട് ചിന്തിച്ചാൽ ഇതൊരു മായിക പ്രകടനമാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം, അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ഈ പ്രപഞ്ചം ഭൗതികവാദികളും മറ്റെല്ലാവരും ഇപ്പോൾ സമ്മതിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലനുസരിച്ച് ഇതൊരു ഭൗതിക ഊർജത്തിൻ്റെ നിർമ്മിതിയാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ ആകെ ഭൗതിക ഊർജത്തിൻ്റെ അളവെന്ന് പറയുന്നത് പൂജ്യമാണെന്ന് ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പൂജ്യമായിട്ടുള്ള ഒരു ഊർജമാണ്. ഊർജത്തിൻ്റെ മൊത്തം അളവ് പൂജ്യമാണ്. ആ ഊർജം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് സങ്കല്പിച്ചു നോക്കുക. പൂജ്യം സാധനം കൊണ്ട് ഒരു വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാവും? ഇത് സങ്കല്പിക്കാൻ പറ്റുമോ? ആകെ അളവ് പൂജ്യമാണെന്ന് പറഞ്ഞാൽ എല്ലാ കാലവും അതിൻ്റെ അളവ് പൂജ്യം തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രപഞ്ചം, ഇത്രയും ബൃഹത്തായ, ഇത്രയും മഹത്തായ ഒരു പ്രപഞ്ചം അതിൽ നിന്നുണ്ടായി വന്നത്? ആലോചിക്കേണ്ട സംഗതിയല്ലേ ഇത്. എങ്ങനെ ഇതിനൊരു യുക്തിസഹമായ മറുപടി പറയാൻ പറ്റും? എന്താണ് ഇത്? ഈ അവസ്ഥ ഇപ്പം പൂജ്യമാണെന്നെങ്കിൽ ആദിയിലും ഇത് പൂജ്യമായിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇതിനെ ഈ അവസ്ഥയിൽ ഒരു പ്രപഞ്ചമായിട്ട് വികസിപ്പിച്ചെടുത്തത്? അതിന് തുടക്കമിട്ടതാരാണ്? ആ ശക്തി എന്താണ്? അങ്ങനൊരു ശക്തി ഉണ്ടെങ്കിൽ, ശക്തി ഉണ്ടാവണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യം ഊർജത്തിന് തനിയെ ഇതൊന്നും ആയി മാറാൻ പറ്റത്തില്ല. അത് ശൂന്യമായിട്ടാണ്. അത് പൂജ്യം ഊർജം, അതിൻ്റെ അളവ് പൂജ്യമാണ്. അതിന് പ്രവർത്തന ശേഷിയില്ല. അപ്പം അതിനിങ്ങനെയൊന്നും ആയി മാറാൻ പറ്റത്തില്ല. തനിയെ ഇതൊന്നും ആയി മാറാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് ശക്തിയായിരിക്കും അതിനെ അങ്ങനെ ആക്കി മാറ്റിയത്? ഒരു അഭൗതിക ശക്തിയായിരിക്കണം. ഭൗതിക അതീതമായിട്ടുള്ള ഒരു ശക്തിയായിരിക്കണം. ഭൗതിക ശക്തി പൂജ്യമാണല്ലോ, ആദിയിലും പൂജ്യമാണ്. അപ്പോൾ ആ പൂജ്യത്തിന് സ്വന്തമായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഭൗതിക അതീതമായ ഒരു ശക്തി ആയിരിക്കണം ഇതിനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള. അപ്പം ഏത് ശക്തിയാണ് എന്നുള്ളതിന് ഒരു ഐഡിയ നമുക്ക് കിട്ടി. അത് ഭൗതിക അതീതമായിട്ടുള്ള ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ ഈ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സൃഷ്ടിച്ചെന്ന് ഞാൻ പറയുന്നില്ല, അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പൂജ്യ ഊർജത്തെ എങ്ങനെ ഈ മഹാപ്രപഞ്ചമായി അവതരിപ്പിക്കാം? നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി. സംഖ്യകൾ നമുക്കറിയാമല്ലോ. +1, +2, +3, +3, +4, +5 അങ്ങനെ അനന്ത പോസിറ്റീവ് സംഖ്യകളുണ്ട്. അതുപോലെ തന്നെ അനന്തമായിട്ടുള്ള -1, -2, -3 അങ്ങനെ അനന്തമായിട്ടുള്ള നെഗറ്റീവ് സംഖ്യകളുമുണ്ട്. പൂജ്യത്തിലേക്ക് എത്താൻ -1 +1 അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി. രണ്ടോട് ചേർന്ന് കഴിഞ്ഞാൽ പൂജ്യം തന്നെ. അതിൻ്റെ തുക, അതിൻ്റെ ഫലം പൂജ്യം തന്നെയാണ്. അതുപോലെ -2 +2 അതും പൂജ്യം തന്നെ. അങ്ങനെ ഈ -1000 +1000 എങ്ങനെ ഏത് സംഖ്യ എടുത്താലും തുല്യ അളവിലുള്ള പോസിറ്റീവും നെഗറ്റീവുമായി കഴിഞ്ഞാൽ അതിൻ്റെ തുക പൂജ്യം തന്നെയായിരിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സംഖ്യകളുടെ എല്ലാം അളവ് എന്ന് പറയുന്നത് പൂജ്യം തന്നെയാണ്. ആ പൂജ്യത്തെയാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മൾ പിരിച്ചെഴുതുന്നത്. വിലയ്ക്കൊരു വ്യത്യാസവും വരുത്തില്ല. പക്ഷെ ഒരു വലിയ സംഖ്യാപ്രപഞ്ചം നമുക്ക് ഈ പൂജ്യത്തിൽ നിന്ന് അവതരിപ്പിക്കാം. അങ്ങനെ നമുക്ക് എഴുതി വെക്കാം. എണ്ണിയാൽ തീരാത്ത അത്ര, അല്ലെങ്കിൽ എഴുതിയാൽ തീരാത്ത അത്ര വലിയ ഒരു സംഖ്യാപ്രപഞ്ചം നമുക്ക് ഈ പൂജ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, പൂജ്യത്തെ വിഭജിച്ച് നമുക്ക് എഴുതി വെക്കാം, സൃഷ്ടിച്ചെടുക്കാം. അതുപോലെ അതുതന്നെയാണ് ഈ പൂജ്യം ഊർജത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുക. എങ്ങനെയാണ് പൂജ്യം ഊർജത്തെ മൈനസ് ഊർജവും പ്ലസ് ഊർജവുമായിട്ട് മാറ്റുക? അത് തുല്യ അളവിൽ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ തുക
പൂജ്യമായിരിക്കും. വേറെ എങ്ങും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനോ ഇല്ലാതാക്കാനോ പറ്റത്തില്ലല്ലോ. പുതുതായിട്ട് ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റത്തില്ല. അപ്പോൾ ഈ പൂജ്യത്തിലുള്ള കളിയേ ഉള്ളൂ. അതിനെ ഒരു ആറ്റമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ഭൗതിക ഒരു വസ്തുവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തുല്യ അളവിലുള്ള പോസിറ്റീവും നെഗറ്റീവായിട്ട് അതിനെ ഭാഗിക്കണം. -1 +1 അങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. പക്ഷെ ആ ഗ്രൂപ്പ് ചേർന്നും പോകാൻ പാടില്ല. ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും പൂജ്യം തന്നെ. അപ്പം ചേരാതെ അതിനെ വേർപിരിച്ച് നിർത്തണം. അതുള്ളിടത്തോളം കാലം വേർപിരിച്ച് നിർത്തണം. അപ്പോഴതൊരു ആറ്റമായി. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ അളവിലുള്ള നെഗറ്റീവും പോസിറ്റീവും ഊർജങ്ങൾ ഉൾക്കൊണ്ട ഒരു ഭൗതിക അടിത്തറയാണ് ആറ്റം എന്ന് പറയുന്നത്. ഭൗതിക വസ്തുവാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ആറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ -1 +1 പകരം -2 +2 അങ്ങനെ കുറേ ആറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിനെ എല്ലാം ചേർന്ന് പോകാതെ അതിനുള്ളിൽ ആ ശക്തി ഉണ്ടാകുന്നത്. ആ അഭൗതിക ശക്തി നമ്മൾ പറഞ്ഞില്ലേ, ആ ശക്തിയാണ് ഈ വിഭജിക്കുന്നത്. ആ ശക്തി അതിൽ ഓരോ ആറ്റത്തിലും വേണം. ആ ശക്തി ഓരോ അണുവിലും ഉണ്ടായിരിക്കണം. എങ്കിലേ അത് ചേർന്ന് പൂജ്യമാകാതെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് അനന്തമായിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടാക്കാം, ഒരേപോലുള്ളതും വിഭിന്നമായതും. ഈ പ്രപഞ്ചത്തെ നമ്മൾ ഇന്നിപ്പം കാണുന്ന പ്രപഞ്ചത്തെ അഴിച്ച് വിരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ 118 തരം മൂലകങ്ങളാണ്. 118 കൂനകൾ ആണ് നമുക്ക് കിട്ടുക. ഓരോ കൂനയും ഒരു തരം ആറ്റങ്ങളാണ്. അപ്പോൾ 118 തരം കൂനകളുണ്ട്. അപ്പോൾ 118 തരം ആറ്റങ്ങളായിട്ടാണ് ഈ അഭൗതിക ശക്തി ഈ പൂജ്യം ഊർജത്തെ വിഭജിച്ച് മാറ്റിയിരിക്കുന്നത്. അത്രയും തരത്തിലുള്ള ആറ്റങ്ങളായിട്ടാണ്. ഈ ആറ്റങ്ങളിലെല്ലാം ഈ ഭൗതിക ശക്തി അഭൗതിക ശക്തി അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ചേർത്ത് പൂജ്യം ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ അഭൗതിക ശക്തി അതിനകത്തുനിന്ന് അങ്ങ് പിൻവാങ്ങിയാൽ മതി. അതായത് ഈ ആറ്റങ്ങളിൽ നിന്ന് അതങ്ങ് പിൻവാങ്ങിയത്. അപ്പോൾ ഈ ആറ്റങ്ങളിലെ പോസിറ്റീവും നെഗറ്റീവും കൂടെ ചേർന്ന് പൂജ്യമായി പോകും. അപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചം അവസാനിക്കും. പിന്നെ വീണ്ടും തുടങ്ങാം. ഇതാണ്. അപ്പം അത് ആ അഭൗതിക ശക്തിയിൽ എന്ത് വേണം? അത് നിലനിൽക്കണം. എന്ന് നിലനിന്നെങ്കിലേ ഇതിപ്പം ഭൗതിക പ്രപഞ്ചം ഭൗതിക ഊർജം പൂജ്യമായാലും അതുണ്ടാവണം. എങ്കിലല്ലേ പൂജ്യത്തിൽ നിന്ന് പുതിയ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെടുക്കാൻ, പുതിയ ഭൗതിക വസ്തുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അന്നും ഉണ്ട്, എന്നും ഉണ്ടായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന ഭൗതിക വസ്തുക്കൾ അപ്പടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിലെല്ലാം ഈ അഭൗതിക ശക്തി അടങ്ങിയിരിക്കണം. അപ്പം അത് നിലനിൽക്കണം. ഒന്ന് അതിൻ്റെ ക്വാളിറ്റി അതാണ്. ആ ശക്തിയുടെ ഗുണം സവിശേഷത എന്ന് പറയുന്നത് ഒന്ന് അത് നിലനിൽക്കണം. 2 ഈ നിലനിന്നാൽ മാത്രം പോരല്ലോ, ഇത് ആലോചിച്ച് ഇതൊക്കെ ഉണ്ടാക്കേണ്ട. അപ്പോൾ ബുദ്ധി വേണം. അതെന്താണ്? അതിന് ബുദ്ധിക്ക് എന്താണ് വേണ്ടത്? അതായത് നമുക്ക് ബോധം വേണം. ബോധം ഇല്ലാത്തവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബോധം വേണം. അപ്പം അങ്ങനെ ബോധവും അതുപോലെ തന്നെ നിലനിൽപ്പുമുള്ള ഒരു അഭൗതിക ശക്തിയാണ്, ഒരു ചൈതന്യമാണ് ഈ സാധനത്തെ ഇങ്ങനെ പൂജ്യത്തെ വിഭജിച്ച് പുതിയ ആറ്റങ്ങളും ആ ആറ്റങ്ങൾ ഉപയോഗിച്ച് ഈ മഹാപ്രപഞ്ചവും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ഏത് വസ്തു എടുത്താലും അതൊരു നിശ്ചിതമായിട്ടുള്ള രൂപം കൈക്കൊള്ളുന്നത് അതിന് പിന്നിലൊരു ഒരു ഡിസൈൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ നിശ്ചിത അനുപാതത്തിൽ ചേർന്നാലേ വെള്ളമാവുകയുള്ളൂ. ആ നിശ്ചിത അനുപാതം എവിടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? അതിനാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതാരാണ് ആ ഡിസൈൻ അപ്ലൈ ചെയ്യുന്നതും അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതും? അത് എവിടെയാണ് സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്? അതും ഈ അഭൗതിക ശക്തിയിൽ തന്നെ ആയിരിക്കണം. ഈ അസ്തിത്വവും ബോധവുമുള്ള ആ അഭൗതിക ശക്തിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അത് എല്ലാ വസ്തുക്കളുടെയും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൗതിക വസ്തുക്കളുടെയും ഡിസൈൻ, പ്രപഞ്ചത്തിൻ്റെ തന്നെ ഡിസൈൻ ആ ശക്തിയിലായിരിക്കും അടങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെയാണ് ഗ്രാൻഡ് ഡിസൈനർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ആ രീതിയിൽ തന്നെ വിശേഷിപ്പിക്കും. കാരണം എന്താ പറഞ്ഞാൽ അതിനകത്താണ് എല്ലാ ഡിസൈനും ഇരിക്കുന്നത്. എന്തിനും ഒരു ജീവിയുടെ പോലും ഡിസൈൻ ഇരിക്കുന്നത് ഈ ശക്തിയിലാണ്. അതിങ്ങനെ തലമുറകളായിട്ട് അതിങ്ങനെ കൈമാറി. മനുഷ്യൻ്റെ ഡിസൈൻ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അപ്പോൾ മനുഷ്യനിൽ അത് നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം അവസാനിക്കുന്ന ഒരു നിമിഷമുണ്ട്. അത് ഈ
ഓരോ അണുവിലുമുള്ള ഈ അഭൗതിക ശക്തി അവിടുന്ന് സ്വന്തം ശക്തി പിൻവലിച്ചാൽ മതി. അങ്ങനെ ആവുമ്പോൾ എല്ലാം ചേർന്ന് ഒരു പൂജ്യമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ പ്രപഞ്ചം അവസാനിക്കുകയും പ്രപഞ്ചം ഉണ്ടാകുന്നതും പ്രപഞ്ചം അവസാനിക്കുന്നതും ഈ അഭൗതിക ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ഈ അഭൗതിക ശക്തി തന്നെയാണ് ഗ്രാൻഡ് ഡിസൈനർ എന്ന് വിളിക്കപ്പെടുന്നത്. ഇതാണ് എനിക്കിന്ന് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. കാരണം ഇതിനെക്കുറിച്ച് ഉപനിഷത്തുകൾ അറിയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് ഇതിൻ്റെ ഒരു സമഗ്രത ഇപ്പോഴും ഞാൻ കവരുന്നില്ല. അതുകൊണ്ട് ഇതാണ് ഈ പ്രപഞ്ചം ഒരു മായിക പ്രകടനമാണ്. ആ പ്രകടനം നടത്തുന്ന ഒരു മായാവിയുണ്ട്. അതൊരു അഭൗതിക ശക്തിയാണ്. ആ ശക്തിക്ക് അസ്തിത്വമുണ്ട്, അതുപോലെ തന്നെ ബോധവുമുണ്ട്. ബോധമുണ്ടെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടാവും. അതാണ്, ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഗ്രാൻഡ് ഡിസൈനർ. ഇത്രയുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി, നമസ്കാരം.